ഹായ്, ഞാൻ സഫീർ. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ. എന്നാൽ നമുക്കൊരുമിച്ചൊരു യാത്ര പോവാം. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. നിലമ്പൂർ ടൗണിൽ നിന്ന് ഊട്ടി റോഡിന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ എത്തിച്ചേരാം. മുതിർന്നവർക്ക് 50 രൂപ ടിക്കറ്റ് നൽകിക്കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി വെക്കുക. ഏകദേശം 1840കളിലാണ് ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ കനോലി പ്ലോട്ട് എന്ന തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. തേക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കവാടത്തിൽ നമുക്കായി വേറിട്ടൊരു കാഴ്ചയാണിത്. ഒരു തേക്കിൻ്റെ താഴ്ഭാഗമാണിത്. പിന്നീട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ തേക്ക് കൊണ്ടുള്ള പല രൂപങ്ങളും തേക്കിൻ്റെ ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു തേക്കിൻ്റെ താഴ്വേരുകൾ മണ്ണിലേക്ക് എത്രത്തോളം ഇറങ്ങും, എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നീട് തേക്കിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും, ഭൂമിയിൽ എത്രത്തോളം തേക്കിൻ്റെ കൃഷിയുണ്ട് എന്നുള്ളതും എല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രായം ചെന്ന തേക്കിൻ്റെ താഴ്ഭാഗം. അക്ബർ ചക്രവർത്തി ജനിച്ചത് മുതലുള്ള എല്ലാ ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം പ്രായവും ഇതിനുണ്ട്. കടുവാക്കുഴി എന്ന ഭാഗത്തു നിന്നാണ് ഈ തേക്ക് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് പല ഷഡ്പദങ്ങളുടെയും ഫോസിലുകളും ഇവിടെ ഉണ്ട്. തേക്ക് കൊണ്ടുള്ള പല രൂപങ്ങളും പഴയകാല പീഠങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇദ്ദേഹമാണ് കനോലി പ്ലോട്ടിൻ്റെ സ്ഥാപകനായ HV കനോലി. കനോലി പ്ലോട്ടിൻ്റെ പുറത്തിറങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് വലിയ ഒരു വർണ്ണാഭമായൊരു പാർക്ക് തന്നെയാണുള്ളത്. കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനും ഉള്ളൊരു ഏരിയ കൂടി ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായൊരു ഗാർഡൻ ഇവിടെയുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്കൊരുമിച്ചൊരു യാത്ര പോവാം. ഞാൻ സഫീർ. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ.